ഗോവിന്ദ ഗോവിന്ദ. അടുത്ത പ്രഭാഷണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മളുടെ ഈ ഭാഗവത കുടുംബമായിട്ട് തന്നെ ഇതിനകത്ത് ഉള്ളവരാണ് മീനാക്ഷി അമ്മാള്, ലതാകൃഷ്ണൻ, സരോജ ശ്രീകൃഷ്ണനൊക്കെ തന്നെ. എന്ത് സത്സംഗങ്ങളുണ്ടെങ്കിലും അതിൽ മുൻപന്തിയിൽ ഉപാസനയിലാണേലും അതെ, എന്തെങ്കിലും ഒന്ന് വന്ന് ആ ഉപാസനയിൽ പങ്കെടുക്കുക എന്നുള്ളൊരു നിർബന്ധമാക്കിയിട്ടുള്ള ആൾക്കാർ. അപ്പം ഇന്ന് നമുക്ക് സരോജ ശ്രീകൃഷ്ണൻ അമ്മയാണ് പറഞ്ഞു തരുന്നത്. ഷഷ്ഠ സ്കന്ധത്തില് 19ാമത്തെ അധ്യായം, പുംസോനം, ഏറ്റവും അവസാനത്തെ അധ്യായമാണ് പുംസോനം എന്നുള്ള വ്രതത്തെക്കുറിച്ച്. അതിനു മുമ്പ് സരോജ ശ്രീകൃഷ്ണന്റെ ഒരു കീർത്തനം നാമാവലി കേട്ടിട്ട് നമുക്ക് ആ പ്രഭാഷണത്തിലേക്ക് കടക്കാം. എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങൾ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയെ ഒരു കീർത്തനത്തോടു കൂടിക്കൊണ്ട് ഉള്ള പ്രഭാഷണത്തിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. നമസ്കാരം തിരുമേനി. എനിക്കിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ എല്ലാ അമ്മമാരെ എല്ലാവരും അറിയുന്ന പോലെ ഒരു വലിയൊരു പ്രഭാഷണം ഒന്നും ചെയ്യുന്നതിനുള്ള ഒരു ഒരുക്കവും ഒന്നും ഇല്ലാതാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. എന്ത് അറിയാമോ അതങ്ങനെ. പിന്നെ തിരുമേനിയുടെ അടുത്താകുമ്പോൾ പറയാൻ ഒരു നമുക്ക് വളരെ ഒരു സ്വാതന്ത്ര്യമാണല്ലോ. അപ്പോ അങ്ങനെയാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഇത് കേൾക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ അമ്മമാർക്കും നമസ്കാരം. ആദ്യം തന്നെ തിരുമേനി പറഞ്ഞ പോലെ ഒരു കീർത്തന ആയിക്കോട്ടെ, തൊണ്ടയൊക്കെ ഇച്ചിരി കഷ്ടമാണ്, എന്നാലും തുടങ്ങാം. വനമാലി വാസുദേവ ജഗന്മോഹന രാധാരമണ, വനമാലി വാസുദേവ ജഗന്മോഹന രാധാരമണ, ശശിവദന സരസിജനയന ജഗന്മോഹന രാധാരമണ, ശശിവദന സരസിജനയന ജഗന്മോഹന രാധാരമണ, പാൽക്കടലിൽ പള്ളി കൊണ്ട പരന്ധാമ രാധാരമണ, പാൽക്കടലിൽ പള്ളി കൊണ്ട പരന്ധാമ രാധാരമണ, ഭക്തർകളിൻ കുறைകൾ തീർക്കും ശ്രീരംഗ രാധാരമണ, ഭക്തർകളിൻ കുறைകൾ തീർക്കും ശ്രീരംഗ രാധാരമണ, വനമാലി വാസുദേവ ജഗന്മോഹന രാധാരമണ, ശശിവദന സരസിജനയന ജഗന്മോഹന രാധാരമണ, വെണ്ണയുണ്ട മായവനേ കണ്ണാ നീ രാധാരമണ, വെണ്ണയുണ്ട മായവനേ കണ്ണാ നീ രാധാരമണ, വേണ്ടും വരം തന്നിടുവായി ശ്രീരംഗ രാധാരമണ, വേണ്ടും വരം തന്നിടുവായി ശ്രീരംഗ രാധാരമണ, വേണ്ടും വരം തന്നിടുവായി ശ്രീരംഗ രാധാരമണ, വനമാലി വാസുദേവ ജഗന്മോഹന രാധാരമണ, ശശിവദന സരസിജനയന ജഗന്മോഹന രാധാരമണ, പാൽക്കടലിൽ പള്ളി കൊണ്ട പരന്ധാമ രാധാരമണ, ഭക്തർകളിൻ കുறைകൾ തീർക്കും ശ്രീരംഗ രാധാരമണ, വെണ്ണയുണ്ട മായവനേ കണ്ണാ നീ രാധാരമണ, വേണ്ടും വരം തന്നിടുവായി ശ്രീരംഗ രാധാരമണ, ശ്രീരംഗ രാധാരമണ, രാധാരമണ 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 രാധാരമണ, വനമാലി വാസുദേവ ജഗന്മോഹന രാധാരമണ, ശശിവദന സരസിജനയന ജഗന്മോഹന രാധാരമണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.
ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദ ശങ്കരം ലോകശങ്കരം. കാഞ്ചീവാസായ വിദ്മഹേ ശാന്തരൂപായ ധീമഹി തന്നോ ചന്ദ്രശേഖരേന്ദ്ര പ്രചോദയാത്. നമസ്തേ ശാരദേ ദേവി കാലടീപുരവാസിനി ദക്ഷിണാഭിമുഖേ ദേവി ശുദ്ധജ്ഞാനപ്രദായിനി. ചന്ദ്രമൗലീശ്വര പ്രിയ സദ്ഗുരുനാഥം പ്രത്യക്ഷമദൈവതം സർവദരിദ്ര വിനാശനം കാഞ്ചീ ജഗദ്ഗുരും നമോസ്തുതേ. കാഞ്ചീ ജഗദ്ഗുരും നമോസ്തുതേ. കാഞ്ചീ ജഗദ്ഗുരും നമോസ്തുതേ. ശ്രീകാന്തോ മാതുലേയസ്യ ജനനി സർവമംഗള ജനക ശങ്കരോ ദേവ തം വന്ദേ കുഞ്ചരാനനം. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. ശ്രീകൃഷ്ണായ വയം നുമഃ. ശങ്കൊണ്ടിടത്തു മറുപാടൊരു ചക്രമുണ്ട്, കാലിൽ ചിലമ്പ് ചില മുത്തുവടം കഴുത്തിൽ ഓടിയിട്ട് വന്ന കുടികൊണ്ട കുമാരനല്ലൂരമ്മേ കാർത്യായനീ ശരണമെന്നിഹ കൈ തൊഴുന്നേൻ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം. ഷഷ്ഠസ്കന്ധത്തിലെ 19ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്നിവിടെ ചിന്തിക്കുവാൻ പോകുന്നത്. എല്ലാവർക്കും ഷഷ്ഠസ്കന്ധത്തിലെ 19ാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ ഷഷ്ഠസ്കന്ധത്തിലെ അവസാനത്തെ അധ്യായം. അവിടെ പുംസവന വ്രതത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. നമുക്കതിലേക്ക് കിടക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള ദ്വാദശാക്ഷര മന്ത്രം തന്നെ 12 അധ്യായങ്ങളായുള്ള ആ ഭഗവാന്റെ സ്വരൂപമായ വേദവ്യാസ വിരചിതമായ ശ്രീമദ് ഭാഗവതത്തിനെ നമ്മൾക്കെല്ലാവർക്കും നമസ്കരിക്കാം. അതിനെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന സദ്ഹൃദയങ്ങളെ നിങ്ങൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഷഷ്ഠസ്കന്ധത്തിലെ 19ാമത്തെ അധ്യായമാണ്. പഞ്ചമസ്കന്ധം വരെ സർഗം, വിസർഗം, സ്ഥാനം ഇന്നിങ്ങനെ 3 ഭഗവാന്റെ ആ ലീലകളെയാണ് നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ വിവരിക്കുന്നത്. ഷഷ്ഠസ്കന്ധത്തിൽ 19 അധ്യായങ്ങൾ കൊണ്ട് ഭഗവാന്റെ പോഷണം എന്നുള്ള ലീലയാണ് വർണ്ണിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഷഷ്ഠസ്കന്ധത്തിന്റെ ആരംഭം തന്നെ നാമത്തിന്റെ പ്രത്യേകത, ആ നാമത്തിന്റെ മഹിമയെ പറയുന്ന അജാമിളാമോക്ഷമാണ്. പിന്നെ ആ ഇന്ദ്രന്റെ ദോഷത്തെ പ്രകാശിപ്പിക്കുന്ന ആ വിശ്വരൂപകഥ, വൃത്രാസുര കഥ, ഇങ്ങനെയുള്ള ലീലകളെയൊക്കെയാണ് ഷഷ്ഠസ്കന്ധത്തിൽ വിവരിക്കുന്നത്. ഗംഗാതീരത്ത് പ്രായോപവേശത്തിലിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവിനോട് ശ്രീശുകൻ നരകത്തെ പറ്റി വർണ്ണിച്ചു പഞ്ചമസ്കന്ധത്തിൽ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പരീക്ഷിത്ത് ചോദിച്ചു, ഈ നരകാദി ഭയങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്താണ് ഒരു മാർഗമുള്ളത്? നമ്മൾ ഓർക്കും, എന്തിനാണ് പരീക്ഷിത്ത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? മരണവും കാത്തിരിക്കുന്നതാണ് അദ്ദേഹം, ഇല്ലേ? നമ്മൾക്കറിയാം. അങ്ങനെയുള്ള പരീക്ഷിത്താണ് ഈ ചോദ്യം ചോദിച്ചത്. വേദവ്യാസൻ എഴുതിയിരിക്കുന്നതോ കലികാലത്ത് നമ്മൾക്കൊക്കെ എങ്ങനെ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് കാണിക്കുവാൻ തന്നെയാണ് ഈ അധ്യായങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ശ്രീശുകൻ പറഞ്ഞു, മനസ്സ്, വാക്ക്, ശരീരം ഇവയൊക്കെ കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ
ഓരോ ജന്മത്തിലും എത്രയെത്ര പാപങ്ങളാണ് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടും. ഈ പാപങ്ങൾക്കൊക്കെ പ്രായശ്ചിത്തം ചെയ്താൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നുകൂടെ നമ്മൾ അടിവരയിട്ട് മനസ്സിൽ കുറിക്കേണ്ടതാണ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും ചെയ്യുന്ന പാപങ്ങളൊക്കെ ഇല്ലാതാക്കാൻ പ്രായശ്ചിത്തം ചെയ്താൽ മതി. മനസ്സ് ശുദ്ധമാക്കുക. എങ്ങനെയാണ് ഈ മനസ്സ് ശുദ്ധമാക്കുന്നത്? നമ്മൾക്ക് ശരീരം ശുദ്ധമാകുമ്പോൾ ഗംഗയിൽ പോയി സ്നാനം ചെയ്യുന്നു, അതിനോടൊപ്പം ആത്മാവും ശുദ്ധമാകുന്നു, ഇല്ലേ? ഈ മനസ്സ് ശുദ്ധമാക്കാൻ എന്തൊക്കെ ചെയ്യാം എന്ന് ഷഷ്ഠസ്കന്ധത്തിന്റെ ആദ്യത്തിൽ പറയുന്നു. എന്തൊക്കെയാണ് ചെയ്യുക? തപസ് അനുഷ്ഠിക്കുക, വ്രതങ്ങൾ ഇരിക്കുക, ബ്രഹ്മചര്യം, ശമം, യമം, ത്യാഗം, സത്യം, ശൗചം, അഹിംസ, നിയമം, മന്ത്രജപം, ഈശ്വര പൂജ, ഇങ്ങനെ ഇതൊക്കെ ചെയ്താൽ അനേകം ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾ ഇല്ലാതെയാകും. അതുകൊണ്ടാണ് നാമജപത്തിന്റെ മഹിമയിൽ തന്നെ ആദ്യം ഷഷ്ഠസ്കന്ധം ആരംഭിച്ചതും അജാമിള മോക്ഷത്തില്. അപ്പോ അനേക ജന്മങ്ങളിൽ ചെയ്ത പാപം പ്രായശ്ചിത്തം ചെയ്താൽ നശിക്കും. എന്നിട്ട് ശ്രീശുകൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. പരീക്ഷിത്തേ, ഭഗവാനിൽ ഭക്തിയില്ലാതെ എന്ത് തന്നെ ചെയ്താലും അതിനൊരു പ്രയോജനവുമില്ല. ഭക്തിയാണ് ഏറ്റവും വേണ്ടത്. എന്താണ് ഈ ഭക്തി? ഭക്തി ആസക്തി, ഭഗവാനിൽ ആസക്തി. ഭഗവാന്റെ ആ വേദങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന വാക്കുകളെ അക്ഷരം പ്രതി അനുസരിക്കുക. ഈ മേളിൽ പറഞ്ഞ തപസ്, വ്രതങ്ങൾ, ബ്രഹ്മചര്യം മുതലായ കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുക, നാമജപം ചെയ്യുക, ഈശ്വരനെ ചിന്തിക്കുക, ഈശ്വര കഥകൾ കേൾക്കുക. ഇതൊക്കെ ചെയ്താൽ നമ്മൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള വലിയ മഹത്തത്വത്തിനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഷഷ്ഠസ്കന്ധം ആരംഭിക്കുന്നത്. അതിൻ്റെ തന്നെ ഏറ്റവും അവസാനത്തെ അധ്യായമാണ്, 19ാമത്തെ അധ്യായമാണ് ഈ പുംസവന വ്രതം. ദിതിക്ക് തന്റെ ഭർത്താവായ കശ്യപ മഹർഷി ഉപദേശിച്ചതാണ് ഈ പുംസവന വ്രതം. അതിന്റെ സ്വരൂപമാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. 18ാമത്തെ അധ്യായത്തിൽ കാരണങ്ങൾ പറയുന്നു. ദിതി തന്റെ ഭർത്താവായ കശ്യപനോട് സ്നേഹത്തിൽ പെരുമാറുകയും അതിന്റെ ഫലമായി കശ്യപൻ ദിതിയോട് ഇഷ്ടവരം ചോദിച്ചു കൊള്ളാൻ പറയുന്നു. ദിതിയോ തനിക്കൊരു പുത്രനെ ലഭിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ട് കശ്യപൻ സന്തോഷിച്ചു. പക്ഷേ അതിന്റെ ഒപ്പം ദിതി ഒരു കാര്യം കൂടെ ചേർത്തു. ഇന്ദ്രനെ വധിക്കാൻ പാകത്തിനുള്ള ഒരു പുത്രനെ ലഭിക്കണം. കശ്യപൻ നടുങ്ങി. നമ്മൾ ചെയ്യുന്ന ഓരോ ആഗ്രഹങ്ങളും നല്ലതായിരിക്കണം, അല്ലെങ്കിൽ അതിന് മഹാവിപത്താണ്. അദ്ദേഹം പറഞ്ഞു, നിന്റെ ആഗ്രഹം നന്ന്. നീ ശ്രീഹരിയെ പുംസവന വ്രതം കൊണ്ട് പ്രീതിപ്പെടുത്തുക, നിന്റെ ആഗ്രഹം സാധിക്കും. പക്ഷേ സാക്ഷാൽ ശ്രീഹരിയാണ് നീ പ്രാർത്ഥിക്കുന്നത്, നീ വ്രതമിരിക്കുന്നത് ശ്രീഹരിയോടാണ്. അപ്പോൾ നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നല്ലതായിരിക്കണം, സച്ചിന്തകളായിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഫലവും മറിച്ചായിരിക്കും. ഇന്ദ്രനെ കൊല്ലുന്നതിന് പകരം ഇന്ദ്രന്റെ തോഴനായിട്ടായിരിക്കും ആ പുത്രൻ ജനിക്കുന്നത് എന്ന് കശ്യപൻ അനുഗ്രഹിച്ചു. ഇന്ദ്രൻ ഇതറിഞ്ഞു. ഇന്ദ്രൻ സൂക്ഷ്മമായി ആ ദിതിയുടെ ഗർഭത്തിൽ പ്രവേശിക്കുകയും ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെ തന്റെ വജ്രായുധം കൊണ്ട് വധിക്കാൻ ശ്രമിക്കുന്നു. ഭഗവാന്റെ ചൈതന്യം കൊണ്ടുണ്ടായ കുട്ടിയാണ്. അവിടെ ഒരുപാട് നിയമങ്ങളൊക്കെ പറയുന്നുണ്ട്. സന്ധ്യയ്ക്ക് ഉറങ്ങാൻ പാടില്ല എന്നൊക്കെ. ഒരു ദിവസം ദിതി ഉറങ്ങുന്ന സമയം നോക്കിയാണ്, സന്ധ്യാസമയത്ത് ഉറങ്ങുന്ന സമയം നോക്കിയാണ് ഇന്ദ്രൻ ഗർഭത്തിൽ പ്രവേശിക്കുന്നത്. എന്നിട്ട് ആ തേജസ്സുള്ള ആ കുട്ടിയെ തന്റെ വജ്രായുധം കൊണ്ട് കഷ്ണങ്ങളാക്കി മുറിക്കുന്നു. പക്ഷെ ആ കുട്ടി മരിക്കുന്നില്ല. പകരം ഒന്നിനു പകരം 49 കുട്ടികളായിട്ട് പുറത്തേക്ക് വരികയാണ്. അതാണ് മരുത്തുക്കൾ. ഇന്ദ്രന്റെ ഒപ്പം വന്നതുകൊണ്ട് ഇന്ദ്രനെ അവർ ജ്യേഷ്ഠനായി കണ്ടു. അങ്ങനെ
ആ കുട്ടികളെല്ലാം ഇന്ദ്രന്റെ തോഴന്മാരായി മാറി. നോക്കൂ, ഇവിടെ ഭാഗവതം പഠിപ്പിക്കുകയാണ്, നമ്മൾ ചീത്ത ചിന്താഗതിയോടുകൂടി ഭഗവാനെ വിളിച്ചാൽ പോലും ഭഗവാൻ എന്ത് ചെയ്യും? ആ ചിന്താഗതിയെ മാറ്റി നല്ല ഫലം നമ്മൾക്ക് നൽകും. ശ്രീഹരിയെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ നമ്മളിലുള്ള ദുഷ്ടതയെ ഇല്ലാതാക്കും. അങ്ങനെയുള്ള ആ പുംസവന വ്രതത്തിന്റെ സ്വരൂപമാണ് ഈ അധ്യായത്തിൽ. പുംസവന വ്രതത്തിൽ കൂടി ഈ മരുത്തുക്കളുടെ കഥ കേട്ട ശേഷം പരീക്ഷിത്ത് ചോദിച്ചു, വ്രതം പുംസവനം ബ്രഹ്മൻ ഭവതായതുദീരിതം തസ്യ വേദിതുമിച്ഛാമി യേന വിഷ്ണു പ്രസീദതി. എന്നോട് പറയുക, ഈ പുംസവന വ്രതത്തിന്റെ വിശേഷ സമ്പ്രദായങ്ങളൊക്കെ എനിക്ക് അറിയണം എന്ന് പറഞ്ഞു. ഉടനെ ശ്രീശുകൻ ആരംഭിച്ചു, ശുക്ലേ മാർഗശിരേ പക്ഷേ. ഈ ധനുമാസം, ഈ മാസം തന്നെയാണ്. ഈ ധനുമാസത്തിലെ ശുക്ലപക്ഷത്തിലെ പ്രഥമ മുതൽ വ്രതം ആരംഭിക്കണം. ഭർത്താവിന്റെ അനുജ്ഞയോടുകൂടി വേണം വ്രതം ആരംഭിക്കാൻ. ഈ വ്രതം ആരംഭിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നിശമ്യ മരുതാം ജന്മ ബ്രാഹ്മണാം അനുമന്ത്ര്യ സ്നാത്വാ ശുക്ലദതി ശുക്ലേ വസീതാലങ്കൃതാംബരേ പൂജയത് പ്രാതരാശാത് പ്രാഗ് ഭഗവന്തം ശ്രീയാസക. പറയാണ്, വ്രതം ആരംഭിക്കുന്നതിന് മുമ്പ് 18ാമത്തെ അധ്യായം വായിക്കണം, അല്ലെങ്കിൽ കേൾക്കണം. ആ മരുദേവന്മാരുടെ ഉത്പത്തിയെ പറ്റി നല്ലതായി കേൾക്കണം. ബ്രാഹ്മണനിൽ നിന്ന് വ്രതത്തിന് അനുമതി വാങ്ങണം. ബ്രാഹ്മണനെ നമസ്കാരം ചെയ്ത് ഈ വ്രതത്തിന് അനുമതി വാങ്ങണം. കാലത്ത് സ്നാനാദി കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ശുഭ്രവസ്ത്രം ധരിച്ച് ശ്രീദേവിയോടുകൂടിയിരിക്കുന്ന വിഷ്ണുവിനെ പൂജിക്കണം. നമ്മൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ശ്രീദേവിയോടുകൂടിയിരിക്കുന്ന വിഷ്ണുവിനെ പൂജിക്കണം. വിഷ്ണു ആണെങ്കിലും ദേവിയുടെ ശക്തി കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഏതു കാര്യവും പൂർത്തീകരിക്കുകയുള്ളൂ. ശങ്കരാചാര്യർ സൗന്ദര്യലഹരിയിൽ പറഞ്ഞു ഇല്ലേ, ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിത്തും. ശിവന്റെ കൂടെ ശക്തി ഇരുന്നാൽ മാത്രമേ അതിന് ഫലമുണ്ടാകുകയുള്ളൂ. ഇവിടെയും പറയുകയാണ്, ആ ദേവിയോടുകൂടിയിരിക്കുന്ന വിഷ്ണുവിനെ വേണം പൂജ ചെയ്യുവാൻ. ഭഗവാനെയും ദേവിയെയും ഇവിടെ സ്തുതിക്കുകയാണ്. വിഷ്ണുപത്നി മഹാമായേ മഹാപുരുഷ ലക്ഷണേ പ്രിയേധാമേ മഹാഭാഗേ ലോകമാതർ നമോസ്തുതേ. ലോകമാതാവായിരിക്കുന്ന അമ്മേ, വിഷ്ണുപത്നിയായിരിക്കുന്ന മഹാലക്ഷ്മി, ഞാൻ നമസ്കരിക്കുന്നു. ഓം നമോ ഭഗവത്തെ മഹാപുരുഷായ മഹാനുഭാവായ മഹാവിഭൂതിപതേ സഹ മഹാവിഭൂതിബലിമുപാഹരാണീതി. പറയാണ്, ഭഗവാനെയും ദേവിയെ സ്തുതിച്ച് മന്ത്രം കൊണ്ട് വിഷ്ണുവിന് ഉപചാരങ്ങളൊക്കെ സമർപ്പിച്ച് അർഘ്യം, പാദോപസ്നാനം, പിന്നെ എന്താണ് നൈവേദ്യങ്ങള് ഒക്കെ ചെയ്ത് ഗന്ധ പുഷ്പ ധൂപ ദീപങ്ങളൊക്കെ കൊടുത്ത് നിവേദ്യങ്ങളൊക്കെ ചെയ്ത് ആ വിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും പ്രീതി ചെയ്യണം. അവരെ രണ്ടുപേരെയും പ്രീതിപ്പെടുത്തിയതിന് ശേഷം എന്താണ് പറയുന്നത്? ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാവിഭൂതിപതേ സ്വാഹേതി എന്ന് പറഞ്ഞ് പുരുഷൻ എന്ത് ചെയ്യണം? ഭർത്താവ് ആ നൈവേദ്യത്തെ അഗ്നിയിൽ 12 പ്രാവശ്യം ഹോമം ചെയ്യണം. അവിടെ എടുത്തു പറയുന്നുണ്ട്, ആ ആഹൂതി ചെയ്യുവാൻ പുരുഷന് മാത്രമേ അധികാരമുള്ളൂ. ഇന്നത്തെ ആൾക്കാരൊന്നും എന്തുകൊണ്ടാണ് സ്ത്രീക്ക് പറ്റില്ല എന്നൊന്നും എന്നോട് ചോദിക്കരുത്. വേദവ്യാസൻ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആഹുതി ചെയ്യാൻ പുരുഷനെ അധികാരമുള്ളൂ. അതിനുശേഷം ശ്രിയം വിഷ്ണും ച വരദ, ശ്രിയം വിഷ്ണും ച വരദ ആവാശിഷാം പ്രഭവാവുഭൗ ഭക്ത്യാ സംപൂജയേ നിത്യം യതിച്ഛേത് സർവസമ്പദഃ. എന്ത് സമ്പത്തിനെയാണോ ആഗ്രഹിക്കുന്നത്, എന്താണോ ആ ഭർത്താവിനും ഭാര്യയ്ക്കും ഉള്ള ആഗ്രഹം, അവർ എന്ത് ചെയ്യണം? നിത്യവും 1 വർഷക്കാലം ഇങ്ങനെ ദേവിയെയും മഹാവിഷ്ണുവിനെയും പൂജിക്കണം എന്നാണ് ആരംഭിച്ചത്. ഓർമ്മയുണ്ടല്ലോ, ധനുമാസത്തിലെ ശുക്ലപക്ഷത്തിലെ പ്രഥമ മുതൽ 1 വർഷക്കാലം ദേവിയെയും വിഷ്ണുവിനെയും നിത്യവും
ഭക്തിയോടെ പൂജിക്കണം. എന്നിട്ടോ ഭക്തിയോടെ അടക്കമുള്ള മനസ്സോടെ ഭൂമിയിൽ സാഷ്ടാംഗം നമസ്കരിക്കണം. 10 പ്രാവശ്യം മന്ത്രങ്ങളെല്ലാം ജപിക്കണം. പിന്നെ സ്തോത്രം ചെയ്ത് മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും പ്രീതി ചെയ്യണം. ഇവിടെ പറയാണ്, സ്ത്രീകളാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നതെങ്കിൽ തന്റെ ഭർത്താവിനെ ശ്രീഹരിയായി തന്നെ കരുതണം. അങ്ങനെ സങ്കല്പിച്ചിട്ട് വേണം പൂജ ചെയ്യുവാൻ. ഭാഗവതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള ബന്ധം എങ്ങനെ ഇരിക്കണമെന്ന് പല കഥകളിലും വേദവ്യാസൻ പ്രതിപാദിച്ചിട്ടുണ്ട്. കർദമന്റെയും ദേവഹൂതിയുടെയും അല്ലേ? ഇവിടെയും അതുതന്നെയാണ് പറഞ്ഞു തരുന്നത്. ഒരു കുടുംബം നന്നായിരിക്കണമെങ്കിൽ ആ കുടുംബത്തിലെ ഭർത്താവും ഭാര്യയും കൂടി ഒരുമിച്ച് എല്ലാ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും പൂജയും മറ്റും ചെയ്യണം. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ട ഹിതങ്ങളായ സാധന സാമഗ്രികൾ അടുപ്പിച്ചു കൊടുക്കണം. അല്ല, ഭർത്താവാണ് പൂജ ചെയ്യുന്നതെങ്കിൽ ഭാര്യ അതിനൊപ്പം ചേർന്ന് നിന്ന് ഭർത്താവിന് ഹിതമായ പൂജാ സാമഗ്രികൾ ചെയ്തു കൊടുക്കണം. ഭാര്യ ഭർത്താക്കന്മാരിൽ ഏതൊരാൾ ചെയ്യുന്ന കർമ്മങ്ങളുടെയും ഫലം 2 പേർക്കും തുല്യമായി ലഭിക്കും. ഭാര്യയ്ക്ക് ഒരു ദിവസം പൂജ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഭർത്താവ് ചെയ്താൽ മതി എന്നർത്ഥം. അങ്ങനെ ഭർത്താവിന് ഒരു ദിവസം ഈ വ്രതം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഭാര്യ ഈ വ്രതം അനുഷ്ഠിക്കണം. ഇങ്ങനെ വിഘ്നം കൂടാതെ 1 വർഷക്കാലം ഈ പൂജ നടത്തണം. വ്രത അവസാനത്തിൽ എന്ത് ചെയ്യണം? ബ്രാഹ്മണരെയും സുമംഗലികളെയും മാല, ചന്ദനം, നൈവേദ്യം, ഭൂഷണം എന്നീ പദാർത്ഥങ്ങളൊക്കെ കൊടുത്ത് സത്കരിക്കണം. അതിനുശേഷം 12 മാസം പൂർണ്ണമായിട്ടുള്ള ആ 1 വർഷം കഴിഞ്ഞതിന് ശേഷം, അതായത് വൃശ്ചിക മാസത്തിലെ അവസാനത്തെ ദിവസം അല്ലെ, ധനുവിന്റെ പ്രഥമയിലാണല്ലോ നമ്മൾ ആരംഭിച്ചത്. അപ്പൊ വൃശ്ചിക മാസത്തിലെ അവസാന ദിവസം കർത്തവാവിൻ നാള് ആ പതിവ്രതയായ പത്നി ഉപവാസം ഇരിക്കണം. അന്ന് ഉപവാസം അനുഷ്ഠിച്ച് പിറ്റേന്ന് കാലത്ത് സ്നാനാദി കർമ്മങ്ങളൊക്കെ കഴിച്ച ശേഷം പാലിൽ പാകം ചെയ്ത ഹോമദ്രവ്യങ്ങള് ഘൃതത്തോടുകൂടി ഭർത്താവിന് ആഹുതി ചെയ്യാൻ തയ്യാറാക്കി കൊടുക്കണം. പാലിൽ പാകം ചെയ്ത ഹോമദ്രവ്യങ്ങൾ ഘൃത നെയ്യോട് ഒഴിച്ച് ഭർത്താവിന് ആഹുതി ചെയ്യാൻ പാകം എടുത്തു വെക്കണം. 12 പ്രാവശ്യം ഭർത്താവ് ഹോമം ചെയ്യണം. ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാവിഭൂതിപതയെ സ്വാഹേതി എന്ന് പറഞ്ഞാണ് ഹോമം ചെയ്യേണ്ടത്. എന്നിട്ടോ ബ്രാഹ്മണരെയും വീട്ടിൽ വലിയവരെയും ഒക്കെ നമസ്കാരം ചെയ്യണം. ബ്രാഹ്മണരുടെ ആശീർവാദങ്ങളെ ശിരസായി ഏറ്റുവാങ്ങണം ആ ദമ്പതികൾ. അതിനുശേഷം ആ ഭർത്താവ് എന്ത് ചെയ്യണം? ആ ഹോമശേഷത്തെ കയ്യിലെടുത്ത് മൗനവ്രതം ഇരിക്കണം. മൗനമായി എന്നിട്ട് ആ ആചാര്യനെ അങ്ങനെ മുമ്പിൽ നടത്തിയിട്ട് പിന്നാലെ പ്രദക്ഷിണം വെച്ച് തൻ്റെ ഭാര്യയ്ക്ക് ആചാര്യന്റെ അനുമതിയോടുകൂടി ഈ ഹോമം ചെയ്തതിന് ശേഷമുള്ള ബാക്കിയുള്ള ആ ദ്രവ്യം തൻ്റെ പത്നിക്ക് കൊടുത്തിട്ട്, ഇവിടെ ദിതിക്ക് കശ്യപനും പുത്രലാഭമാണല്ലോ അവർ ചോദിച്ചത്, ദിതി അല്ലെ? അപ്പോ സമർത്ഥവും സൗഭാഗ്യകരവുമായ ആ ഹോമശേഷത്തെ ഭാര്യയ്ക്ക് കൊടുക്കണം. ഭാര്യ അത് സേവിക്കണം. ആ ഹോമദ്രവ്യത്തെ ഭാര്യ സേവിക്കണം. വ്രതമൊക്കെ നന്നായിട്ട് എടുക്കുന്ന ആൾക്ക് അഭീഷ്ടകാര്യം തീർച്ചയായും ഭഗവാനിൽ നിന്ന് ലഭിച്ചിരിക്കും.
വീണ്ടും പറയുകയാണ്, ആചാര്യം അഗ്രതകൃത്വ വാഗ്യത സഹ ബന്ധുവി ദദ്യാത് പത്നേ ചരോശേഷം സുപ്രജസ്ത്വം സുസൗഭഗം. ആചാര്യന്റെ അനുമതിയോടുകൂടി മാത്രമേ ഇത് ചെയ്യാവൂ. കൂടെ ആരൊക്കെ? ബന്ധുക്കള്, മുതിർന്നവര്, എല്ലാവരെയും നല്ല പോലെ ബഹുമാനിച്ചിട്ട് വേണം ഈ ഭാര്യ ഭർത്താക്കന്മാർ ഈ ഹോമം ചെയ്തതിന് ശേഷം അവരുടെ അനുജ്ഞയോടെ ഭർത്താവ് എന്ത് ചെയ്യും? ഈ ഭാര്യയ്ക്ക് ഈ ഹോമത്തിന്റെ ആ ദ്രവ്യത്തിനെ കൊടുക്കും. ദദ്യാത് പത്നിയിൽ. എന്നിട്ട് നല്ല പ്രജയുണ്ടാകണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ അതിന് പ്രാർത്ഥിക്കും. അപ്പോൾ അവൾക്ക് സത്പുത്രൻ ഉണ്ടാകും. ഇതിന് മുമ്പുള്ള 18-ാമത്തെ അധ്യായത്തിൽ ഈ 12 മാസം ഈ വ്രതം എടുക്കുമ്പോൾ എന്തെല്ലാം ചെയ്യാം ചെയ്യരുത് എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മൾക്കിപ്പോ അതിലോട്ട് പോകാനായിട്ട് സമയമില്ല. ഇങ്ങനെ ആ വ്രതം നന്നായി എടുത്താൽ അവർക്ക് അഭീഷ്ടകാര്യം ഭഗവാനിൽ നിന്ന് ലഭിക്കും. സ്ത്രീയാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ അവൾക്ക് സൗഭാഗ്യമുണ്ടാകും. ധനമാണ് വേണ്ടതെങ്കിൽ ധനമുണ്ടാകും. ദീർഘമാംഗല്യമുണ്ടാകും. കീർത്തിയാണ് വേണ്ടതെങ്കിൽ കീർത്തി ഉണ്ടാകും. വിശേഷ ഭവനങ്ങളാണ് വേണ്ടതെങ്കിൽ അത് ലഭിക്കും. വീണ്ടും പറയുകയാണ്, വിവാഹമൊക്കെ കഴിയാത്തവൾ ആണെങ്കിൽ അവൾ ഈ വ്രതം അനുഷ്ഠിച്ചാൽ, അപ്പോ അവിടെ ഭർത്താവ് എന്നുള്ള സ്ഥാനത്ത് അച്ഛൻ അമ്മയാകും. അങ്ങനെയുള്ളവർ ഈ വ്രതം അനുഷ്ഠിച്ചാൽ സർവഗുണ സമ്പന്നനായ ഭർത്താവിനെ ലഭിക്കും. അല്ല, ഒരു വിധവയാണ് ഭഗവാനെ ഈ 12 മാസവും പൂജ ചെയ്യുന്നതെങ്കിൽ, ആര്? വിഷ്ണുവിനെയും ലക്ഷ്മിയെയും ചേർത്ത് പൂജ ചെയ്യുകയാണെങ്കിൽ അവൾക്ക് സർവ പാപവും പോയി വൈകുണ്ഠപ്രാപ്തി ഉണ്ടാകും. പുത്രനില്ലാത്തവർക്ക് പുത്രഭാഗ്യമുണ്ടാകും. സൗന്ദര്യമില്ലാത്തവർക്ക് സൗന്ദര്യമുണ്ടാകും. ജന്മസിദ്ധമായ മഹാദോഷങ്ങളെല്ലാം നശിക്കും. രോഗികൾക്ക് രോഗശമനമുണ്ടാകും. ശ്രേയസ്കരമായ യാഗം, ശ്രാദ്ധം മുതലായ കർമ്മങ്ങളൊക്കെ നടക്കുന്ന അവസരത്തിൽ ഈ 2 അധ്യായങ്ങൾ, 18ഉം 19ഉം അധ്യായങ്ങൾ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ ദേവന്മാരും പിതൃക്കളും പരമസംതൃപ്തിയെ പ്രാപിക്കും. ഒന്നുകൂടെ ഈ കലികാലത്ത് നമ്മളെല്ലാം പോയി പറയുമ്പോൾ പറയും, ഇല്ലേ, പിതൃദോഷമുണ്ട്. എല്ലാരും കേൾക്കുന്ന ഒരു കാര്യമാണിത്, ഇല്ലേ? പിതൃദോഷമുണ്ട്. ഈ പിതൃദോഷം പോകാൻ ഭാഗവതത്തിൽ പറയുന്നു. എന്താ ചെയ്യേണ്ടത്? ഈ 18, 19 അധ്യായങ്ങൾ അന്ന് അച്ഛന്റെയോ അമ്മയുടെയോ ശ്രാദ്ധ ദിവസം എന്ത് ചെയ്യണം? വായിക്കണം. ഇവിടെ പറയുന്നുണ്ട്, ഏതത് പഠൻ അഭ്യുദയേച കർമ്മണി അനന്തതൃപ്തി പിതൃദേവതാനാം. പിതൃക്കൾക്കും ദേവതകൾക്കുമൊക്കെ വളരെ തൃപ്തിയാകും. അപ്പൊ ഏതൊരു വീട്ടിലാണോ പിതൃദോഷമുണ്ടെന്ന് കാണുന്നത്, നിങ്ങൾക്ക് തോന്നുന്നത്, അല്ലെങ്കിലും വായിക്കാം. ആരുടെയെങ്കിലും ഒക്കെ ശ്രാദ്ധമോ ഒക്കെയുള്ള ദിവസങ്ങളില് ഈ 18ഉം 19ഉം അധ്യായങ്ങൾ വായിച്ചാൽ പിതൃക്കൾക്ക് തൃപ്തിയാകുമത്രേ. പിന്നെ പറയാണ്, ഹോമ അവസാനത്തിൽ സന്തുഷ്ടരായ ദേവന്മാരും പിതൃക്കളും അഗ്നിയും ശ്രീയും ശ്രീഹരിയും ആ മഹാലക്ഷ്മി സമേതനായ മഹാവിഷ്ണു എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയും. ഈ മരുദേവന്മാരുടെ ഉത്പത്തിയും ദിതിയുടെ ഈ പുണ്യകഥയും മഹാത്മം ഏറിയതാണ്. ഈ വ്രതത്തെ ഞാൻ നിനക്ക് പറഞ്ഞു തന്നു പരീക്ഷിത്തേ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇത് പരീക്ഷിത്തിനോടാണോ ശ്രീശുകൻ പറഞ്ഞത്? അല്ല, തക്ഷകന്റെ ദംശനവും കാത്തിരിക്കുന്ന പരീക്ഷത്തിനോടല്ല. ഈ കലികാലത്ത് നമ്മൾക്കിങ്ങനെ വലിയ യജ്ഞങ്ങളോ യാഗങ്ങളോ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. എന്ത് ചെയ്യാം? നമ്മൾക്ക് ഭാഗവതത്തെ സേവിക്കാം. ഭാഗവതത്തിലെ ഈ ഭഗവാന്റെ ദിവ്യമായ കഥകളെയൊക്കെ കേൾക്കാം, പഠിക്കാം. പറയുന്നു ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ദ്രവ്യജ്ഞാസ്തപോയജ്ഞ യോഗയജ്ഞാസ്തദാപരെ സ്വാധ്യായ ജ്ഞാനയജ്ഞായ യതയ ശംസിതവ്രതാഹ. ദ്രവ്യയജ്ഞം കൊണ്ടും തപസ്സനുഷ്ഠിച്ചുകൊണ്ടും ചിത്തത്തെയൊക്കെ ഏകാഗ്രമാക്കി യജ്ഞം ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് സ്വാധ്യായം ചെയ്യുന്ന ആൾക്ക്
ഭഗവാനെ അടയാൻ സാധിക്കും. നമ്മൾക്ക് അവസാനത്തെ ഭാഗം എടുക്കാം. സ്വാധ്യായ ജ്ഞാനയജ്ഞം. നമ്മൾക്കും ഭാഗവതത്തെ സേവിച്ച് ഈ കലികാലത്തിൽ നമ്മൾക്ക് ഭുക്തിയെങ്കിൽ ഭുക്തി, അല്ലെങ്കിൽ മുക്തിയെങ്കിൽ മുക്തിയെ അടയാം എന്നുള്ള വലിയ തത്വമാണ് ഈ അധ്യായത്തിലൂടെ ശ്രീശുകൻ നമ്മൾക്ക്, വേദവ്യാസൻ ശ്രീശുകനിലൂടെ, പരീക്ഷത്തിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നത്. അപ്പോ വീണ്ടും ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ദേവാൻ ഭാവയതാനേന തേ ദേവ ഭാവയന്തുവ പരസ്പരം ഭാവയന്ത ശ്രേയ പദം ആപ്ന്യത എന്ന് പറയുന്നു. ദേവന്മാരെ യജ്ഞരൂപത്തിലുള്ള കർമാനുഷ്ഠാനം കൊണ്ട് സന്തോഷിപ്പിക്കുക. നമ്മൾ ചെറിയ ചെറിയ പൂജകൾ ചെയ്യുക, ഒന്നും വേണ്ട, ഒരു പുഷ്പമെങ്കിലും പറിച്ച് ഭഗവാന്റെ തൃപ്പാദത്തിൽ വെക്കുക. സന്തുഷ്ടന്മാരായ ദേവന്മാർ എന്ത് ചെയ്യും? നിങ്ങളെ പോഷിപ്പിക്കും. നമ്മൾ ഒന്നും അറിയണ്ട, എല്ലാം സാക്ഷാൽ ഭഗവാനിലോട്ട് അർപ്പിക്കുക. ആ ശ്രീ ഗുരുവായൂരപ്പന്റെ തൃപ്പാദത്തിൽ നമ്മളുടെ കർമ്മങ്ങളെയും നമ്മളുടെ ആഗ്രഹങ്ങളെയും നമ്മളുടെ പൂജയെയും നമ്മളുടെ യജ്ഞങ്ങളെയും എല്ലാ വ്രതങ്ങളെയും എല്ലാ കർമ്മങ്ങളെയും അങ്ങോട്ട് സമർപ്പിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? പറയാണ്, പരസ്പരം ഭാവയന്ത ശ്രേയ പദമവാപ്യത. നിങ്ങൾ ചെയ്യുന്ന ഓരോ പൂജയുടെയും ഫലം ഇങ്ങനെ പരസ്പരം ഭഗവാന്മാരെ സന്തോഷിപ്പിക്കുമ്പോൾ ഭഗവാന്മാർ നമ്മളെ സന്തോഷിപ്പിക്കുന്നു. പരമമായ ശ്രേയസ് നമ്മൾക്ക് ഈ കലികാലത്തും നമ്മൾക്ക് നേടാം എന്നുള്ള ഒരു വലിയ സന്ദേശത്തോ അടങ്ങുന്ന ഈ ഷഷ്ഠസ്കന്ധത്തിലെ 19ാമത്തെ അധ്യായം ഇവിടെ ഭഗവാന്റെ തൃപ്പാദങ്ങളിലും ഇത് കേട്ടുകൊണ്ട് ഇരുന്ന അന്തർയാമിയായിരിക്കുന്ന ഭഗവാൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ഭഗവാന്റെ പാദത്തിലും നിങ്ങളുടെ എല്ലാം പാദത്തിലും ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. എന്ത് യജ്ഞമായാലും എന്ത് പൂജയായാലും എന്ത് കർമ്മമായാലും ആ മഹാലക്ഷ്മി സമേതനായ വിഷ്ണുവിൽ സമർപ്പിക്കുക. അതാണ് ഇതിന്റെ ഒരു സന്ദേശം നമ്മൾക്ക് തരുന്നത്. ഇന്ന് ഈ നിറഞ്ഞ വേളയിൽ മനുതിരുമേനിയുടെ അച്ഛൻ തിരുമേനി, മനുതിരുമേനിയുടെ എന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ എല്ലാം അച്ഛന്റെ സ്ഥാനത്തിരിക്കുന്ന തിരുമേനിക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാകുവാൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാ മംഗളങ്ങളും ഉണ്ട്. ഈ എന്നും ഇതുപോലെ നമ്മളെ ഓരോരോ കഥകൾ ചെയ്യിക്കുവാനും ഭാഗവതം വായിപ്പിക്കുവാനും ഒക്കെ അങ്ങയ്ക്ക് ശക്തി തരുവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. അങ്ങയ്ക്കും അങ്ങയുടെ കുടുംബത്തിനും ഗുരുവായൂരപ്പൻ എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ. എനിക്ക് 2 കുഞ്ഞുങ്ങളെയാണ് ഓർമ്മ വരിക, മോളെ മോനെയും അത്ര ഇഷ്ടമാണ്. ഞങ്ങൾ ഒരു നാട്ടുകാരാണ്, ഇന്നലെ കൂടെ ഞങ്ങൾ കണ്ടു. അപ്പോ ആ കുഞ്ഞുങ്ങൾക്ക് ഗുരുവായൂരപ്പനും കുമാരനല്ലൂരമ്മയും എപ്പോഴും കൂടെ ഇരുന്ന് എല്ലാ ഐശ്വര്യവും ഉണ്ടാകുവാൻ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതത്തില് ഓരോ ശ്ലോകവും സ്വാദുള്ളതാ പറയാ. ഓരോ ശ്ലോകമല്ല, ഓരോ പാദവും. അതിപ്പോ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? ചെറിയ അധ്യായം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എത്ര വലിയ ഉദാത്തമായിട്ടുള്ള ഒരു ആരാധനയെക്കുറിച്ചാണ് നമുക്ക് ഇത്. പ്രത്യേകിച്ച് ഈ കലികാലത്ത് പിതൃകർമ്മങ്ങൾ കുറഞ്ഞു വരുമെന്നാണ് പറയുക. അതിൻ്റെ ദോഷങ്ങളാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ ഭൂമിയിലേക്ക് ജനിക്കാൻ തന്നെ കാരണം പിതൃക്കളല്ലേ. അപ്പം അവിടെ നന്ദഗോപര് ഉണ്ണി ഉണ്ടായ ഉടനെ തിലം കൊണ്ട് പർവ്വതം ഉണ്ടാക്കി രത്നങ്ങൾ പതിച്ചൊക്കെയാണ് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തത്. എന്തേ കാരണം? ഒരു ഉണ്ണി ഉണ്ടാകാൻ കാരണം പിതൃക്കളുള്ളതുകൊണ്ടാണല്ലോ നമ്മളിവിടെ ജനിച്ചത്. അപ്പം പിതൃസ്മരണ എന്നുള്ളത് വലിയൊരു പ്രധാന കാര്യമാണെന്ന് നമുക്ക് ഈ ഒരു നല്ല വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലേക്ക് പതിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ശ്രാദ്ധാദി കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കില്ലേ എന്നാൽ ഭാഗവതം വായിച്ചോളൂ എന്ന് പറയുന്നു. അപ്പം വലിയൊരു സന്ദേശവും കൂടി നമുക്ക് തന്നതായിട്ടുള്ള രാജ ശ്രീകൃഷ്ണൻ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഇനിയും ധാരാളം ഇതുപോലെയുള്ള
അധ്യായങ്ങൾ എങ്ങനെയുള്ളതെന്നുള്ളതല്ല, പിന്നെന്താണ് ഈ അറിവുകൾ, നമ്മൾക്ക് കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇതാണ് ഈ ഋഷികടം എന്നുള്ളത് തീർക്കുന്നത്. അതിന് യാതൊരുവിധ മടിയുമില്ലാത്ത ആളാണ്. അതാണ് നിരന്തരം സാധനങ്ങൾ പല വിധത്തിലൂടെ ഓൺലൈനിലൂടെയും അല്ലാതെയും ഒക്കെ നാട്ടുകാർക്കും കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ നാരായണീയത്തെയും അതുപോലെ ഭാഗവതത്തെയും ഒക്കെ പ്രചരിപ്പിക്കാൻ വളരെ ഔത്സുക്യത, അത് നിസ്വാർത്ഥത, ശരിക്കും ജീവിതത്തിൽ അത് വലിയൊരു ഭാഗ്യമാണ്. ഈ നാരദനെ ഭഗവാൻ പറഞ്ഞു വിട്ടതുപോലെ തന്നെ അത് വലിയൊരു അനുഗ്രഹമാണ്. ശരിക്കും ഭഗവാന്റെ കാരുണ്യമാണത്. അത് ഇനിയും യാതൊരുവിധ തടസ്സവും കൂടാതെ അത് മുമ്പോട്ട് പോകാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ഭഗവാൻ. ധാരാളം കീർത്തനങ്ങൾ പാടാനും പാരായണം ചെയ്യാനും പ്രഭാഷണങ്ങൾ നടത്താനും ഒക്കെ വേണ്ട ആരോഗ്യവും ആയുസ്സും ഒക്കെ ഗുരുവായൂരപ്പൻ നൽകട്ടെ.